തിരുവനന്തപുരത്ത് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഇരുചക്ര വാഹന യാത്രക്കാരന് ദാരുണാന്ത്യം. ഇടിഞ്ഞാർ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. പാലോട് ഇന്നലെ രാത്രി 10:30-ക്കാണ് അപകടമുണ്ടായത്. ജിബിൻ ഉണ്ട് വിവരങ്ങളുമായി. ജിബിൻ, ഇതെവിടെ വെച്ചാണ് കൃത്യമായി ഈ അപകടം നടന്നത്? വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ഇന്നലെ രാത്രി 10:30 കൂടിയാണ് പാലോട് ഇടിഞ്ഞാർ സമീപത്ത് വെച്ച് അതിദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇടിഞ്ഞാർ സ്വദേശിയായിട്ടുള്ള 47 വയസ്സുള്ള ഷൈജു തൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മറ്റൊരു സുഹൃത്തായ ജോയിയുടെ ഇരുചക്ര വാഹനത്തിൽ ഇടിഞ്ഞാറുള്ള വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. ഇന്നലെ നമുക്കറിയാം, ഈ പാലോട് മലയോര മേഖലയിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഈ ഒരു ഇടിഞ്ഞാർ മേഖല എന്ന് പറയുന്നത് മലയോര പ്രദേശമാണ്. അവിടെ തന്നെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും അക്കേഷ്യ പ്ലാന്റേഷനാണുള്ളത്. ഈ റോഡിൽ കൂടി കടന്നു പോകുമ്പോഴായിരുന്നു ഈ അതിശക്തമായ കാറ്റിൽ റോഡിന്റെ വശത്ത് നിന്ന ഒരു മരം കൊമ്പ് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ മുകളിലേക്ക് പതിക്കുന്നത്. ഇതിൽ ഷൈജു പിൻസീറ്റിലാണ് ഇരുന്നത്. ഷൈജുവിന്റെ തലയിലേക്കാണ് ഈ മരക്കഷ്ണം വന്നു വീണത്. ഉടൻ തന്നെ ആ സമയത്ത് തന്നെ ഷൈജുവിന്റെ തലയ്ക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നു. പാലോട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. പരിക്കേറ്റ് രണ്ടുപേർക്കും അവിടെ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. പക്ഷേ ഈ മരക്കൊമ്പ് ഒടുങ്ങി വീണ ഷൈജുവിന്റെ തലയ്ക്കാണ്. തുടർന്ന് അതുവഴി പോയ പാലോട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ചേർന്നാണ് ഇവർ രണ്ടുപേരും പാലോട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഷൈജുവിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്.